സോൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു സിയസ് റോക്കസ്. വിചാരിക്കുന്നത് ബിഗ് ബോസ് മറ്റൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് നമുക്ക് ഇന്നലെ ഒരു പ്രെമോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ പ്രെമോയിൽ എല്ലാവരും ചൈനീസ് ഡ്രസ് ഇട്ടിട്ട് ഒരു വരുന്ന അതിഥീനെ വരവേക്കുന്ന ഒരു ടാസ്ക് ആണ്. അതും BB ഹോട്ടൽ എല്ലാ സീസണിലും ഉള്ളതുപോലെ തന്നെ ഈ സീസണിലും BB ഹോട്ടൽ ഉണ്ട്. അങ്ങനെ ഓരോ അതിഥി വരുമ്പോൾ ഒരു കാറിന് ഓണടി കേൾക്കും. ആ ഓണടി കേൾക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും മുമ്പോട്ട് വന്നിട്ട് ആ മെയിൻ ഡോറിന്റെ അടുത്തിട്ട് വന്നിട്ട് ആ വരുന്ന അതിഥീനെ നല്ല വൺ സെറ്റപ്പിൽ വരവേക്കണം എന്നതാണ് ടാസ്ക്. അപ്പൊ എല്ലാരും പ്രിപ്പയർ ആയി നിൽക്കുക. എല്ലാരും വിചാരിച്ചു ഇവരുടെ ഉള്ളിൽ തന്നെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരണം, അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ പുറത്തുനിന്ന് വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അതേപോലെ തന്നെ പുറത്തുനിന്നാണ് ഇപ്പൊ വന്നിട്ടുള്ളത്. ആദ്യം കയറിയിട്ടുള്ളത് സാബു തന്നെയാണ് കേട്ടോ. നല്ലൊരു മാസ് എൻട്രി തന്നെയാണ്. ആ പ്രമോയിൽ വ്യക്തമായിട്ട് മുഖം കാണിക്കുന്നുണ്ട്. സാബു തന്നെയാണ് കയറിയിട്ടുള്ളത്. സാബു ബിഗ് ബോസ് വീടിന്റെ പുറത്ത് നിന്ന് ബിഗ് ബോസിനെ കുറച്ച് കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഏഷ്യാനെറ്റ് എനിക്ക് ഒരു പ്രോഗ്രാമും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടിക്ക് വിളിച്ചില്ലെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല, എന്റെ ഒരു രോമത്തിന്റെ ഒരു മുടി കൊഴിഞ്ഞു പോയ പോലെയായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കണക്കിന് എന്തായാലും ഏഷ്യാനെറ്റ് സാബുവിനെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. സാബു എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ വരുത്തി വെക്കാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ മാന്യമായിട്ട് അവർ പറഞ്ഞ കണക്കിന് നിന്നിട്ട് ഇങ്ങനെ ഇറങ്ങി വരാനും ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിങ്ങോടെ സാബുയുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഇറക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം കേട്ടോ. അപ്പൊ എന്തായാലും ഇതുവരെ ലൈവിൽ അത് നടന്നിട്ടില്ല. ലൈവിൽ അത് നടക്കുമ്പോഴേക്കും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ അതിനുവേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇവരുടെ കോസ്റ്റ്യൂം എന്തായാലും കൊള്ളാം കേട്ടോ. ഒരു വ്യത്യസ്തമായിട്ട് ഫുൾ കളറൊക്കെ ആയിട്ട് ഒരു കൊള്ളാം. പിന്നെ ചില ആൾക്കാർക്ക് മാത്രം തൊപ്പിയുണ്ട്, ചില ആൾക്കാർക്ക് തൊപ്പിയില്ല. അതിൽ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്നത് ശ്രീരേഖയാണ്. പിന്നെ കുക്കിംഗ് ടീമിലുള്ളത് ജിൻഡോ, അതുപോലെ തന്നെ ജിൻഡോന്റെ ടീംസ് ഒക്കെയാണ്. പിന്നെ ജാസ്മിനെ നമ്മൾ ഡാൻസർ ആയിട്ടാണ് ജാസ്മിൻ ആഗ്രഹിച്ചത്. പക്ഷെ ജാസ്മിൻ ഇട്ടേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൂം ക്ലീനർ ആയിട്ടാണ് ഇട്ടേക്കണത്. സിജോനെ ബാത്റൂമിലാണ് ഇട്ടേക്കണത്. അതേ സമയത്ത് ഈ ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അവരിട്ടേക്കണ തൊപ്പി വെച്ച് തന്നെ നമുക്ക് അവരുടെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്, എന്തൊക്കെ ഡ്യൂട്ടീസ് ആണ്. അപ്പൊ അത് വെച്ച് നമുക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാം. അപ്പൊ ഇന്ന് രാവിലെ ലൈവിൽ തന്നെ അവർക്ക് വേണ്ട ഡ്യൂട്ടികളൊക്കെ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഓട്ടോറിക്ഷ, ഒരു കുക്കിംഗ് ടേബിൾ ആയിട്ടും വാഴപ്പഴം, ഒരു പെട്ടിക്കടയൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വൺ സെറ്റപ്പ് തന്നെ ആയിരിക്കും. എന്തൊക്കെ ഇനി നടക്കാൻ പോകുന്നത് കണ്ടു തന്നെ അറിയാം കേട്ടോ. ഇതുപോലത്തെ അപ്ഡേറ്റ്സ് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.